എന്റെ അമ്മേ. ശത്രുവിനെ മര്യാദ പഠിപ്പിക്കാൻ രാമനാഥനെ കാര്യസ്ഥനായിട്ട് നിയമിച്ചിരിക്കുന്നു പോലും. അവൻ എന്തുണ്ടാക്കാനാ? ആ കിഴവനെയാന്ന് തല്ലിയപ്പോ അവന്റെ മോന്തക്കിട്ട് വന്ന് പിടയ്ക്കാൻ എന്റെ കൈ തരിച്ചതാ. പക്ഷെ എന്ത് ചെയ്യാം, രാമനാഥൻ ആ തരിപ്പ് തീർത്ത് കളഞ്ഞു. കുട്ടാ, നീ എണ്ണ അളന്നാ മതി. കൂടെ കൂടെയുള്ള നിന്റെ ഈ എണ്ണയിടയിൽ വേണ്ട കേട്ടോ. ഓ, കൊറേ അനന്തരവന്മാരും സംബന്ധക്കാരും നിങ്ങളുടെയൊക്കെ പിടിപ്പുകര് കൊണ്ട് ആ തറവാടിൽ ഈ തോന്നിയാസമൊക്കെ നടക്കുന്നത്. പകലന്തിയോളം മാട് പോലെ പണിയെടുക്കും. ശമ്പളവുമില്ല, അഭിപ്രായ സ്വാതന്ത്ര്യവുമില്ല. നാണമില്ലേ നിങ്ങക്ക്? കൈ മാണിക്കാൻ എന്തിരിക്കണു? കൗബീനം ചുറ്റിട്ടുണ്ട്. തന്നോടൊന്നും പറഞ്ഞിട്ട് കാര്യമെന്നറിയാം. കാര്യസ്ഥനെ നിയമിച്ചിരിക്കുന്നു. കാര്യസ്ഥനാകാനുള്ള യോഗ്യത എനിക്കില്ലേ? എന്താ മാധവന്റെ അഭിപ്രായം? എനിക്ക് പ്രത്യേകിച്ച് അഭിപ്രായമൊന്നുമില്ല. ആ, സദാശിവ നേർക്കോ? ഓ, ഞാൻ ഇതുപോലൊക്കെ തന്നെ കഴിഞ്ഞോളാവേ. ആ, ശ്രീധരനൊന്നും പറയാനില്ലേ? ചന്നന്മാര് അത് വെറുതെ. തറവാട് നിറയെ കുട്ടികളുണ്ടല്ലോ. അച്ഛാ, ഈ ശത്രുങ്ങൾ എന്താ പറയണേ? ശത്രു അല്ലേ മോനെ, ശത്രുത ഉണ്ടാക്കാനല്ലേ നോക്കൂ. മോൻ വേഗം കുളിച്ചു കയറ്. ആ, അളിയനെ കാത്തിരിക്കുകയായിരുന്നു. വിവരങ്ങളൊക്കെ അറിഞ്ഞില്ലേ? അറിഞ്ഞു. എന്നെ കാര്യസ്ഥനാക്കണ്ട. അളിയനല്ലേ തറവാടിലെ മൂത്ത അനന്തരവൻ. അളിയൻ എന്താ തടിപിടിക്കില്ലേ? ബുദ്ധിയില്ലേ? വൈഭവമില്ലേ? അളിയനുള്ളപ്പോ മേൽനോട്ടത്തിന് പുറത്തുനിന്നൊരാളെ ആവശ്യമുണ്ടോന്നാ ഞാൻ ചോദിക്കുന്നത്. കാര്യം കഴുത പറഞ്ഞാലും കേക്കണല്ലോ. ശത്രുവേട്ടൻ പറഞ്ഞത് കാര്യാ. എന്നെ കുറച്ചുകൂടി ആവാല്ലേ? ആവാം. ശത്രുളിയം പറയുന്നതിലും അല്പം കാര്യമൊക്കെ ഉണ്ട്. കാര്യമുണ്ട്, പക്ഷെ ഇത് വല്യമ്മാമയോട് പറയാൻ ആർക്കാ ധൈര്യം? എനിക്ക് ധൈര്യമുണ്ട്, ഞാൻ പറയാം. വേണ്ട, വല്യമ്മാമയുടെ അടുത്ത് നമ്മളിപ്പോ നേരിട്ട് പോണ്ട. പ്രശ്നം നമുക്ക് അമ്മയുടെ മുമ്പിൽ അവതരിപ്പിക്കാം. തൊഴിലാളികൾക്ക് ശമ്പളത്തൊക്കെ പ്രത്യേകം മാറ്റിവെക്കണം. അഡീഷണൽ ആയിട്ട് എന്ത് ചെലവ് വന്നാലും അതിന് വകുത്തുണ്ടാവണം. രാമനാഥനോട് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. അയ്യോ, അടുക്കള ചെലവിനുള്ള തുക. ഓ, തന്നേക്കാം. ചിക്കനും മട്ടനും കൂട്ടിയിട്ടൊന്നുമല്ല ഊണ്. എന്നും ഒരു അരയോടമ്പ് സാമ്പാറും 3 കൂട്ടം തൊലിഞ്ഞ് കറിയും. അതിന് ഇത്രയും തുക വേണോ? അപ്പം തിന്നാ മതി, കുഴി എണ്ണണ്ട. കുട്ടാ, ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം. എനിക്ക് വല്ലപ്പോഴും ഇത്തിരി ചിക്കൻ ഇല്ലാതെ പറ്റില്ല. അൽശേഷൻ ഇറച്ചി വാങ്ങുന്ന കാര്യം പരിഗണനയിലുണ്ട്. കൂട്ടത്തിൽ മാസ കാര്യം പരിഗണിക്കാം. കുറച്ച് പണം വേണ്ടി വരും. വെളിച്ചെണ്ണ മില്ലിലെ മെഷീൻ കേടായിരിക്കുക. ടെക്നീഷ്യന്മാര് കോഴിക്കോട് നിർത്തും. ഏർപ്പാടാക്കിണ്ട്. മെഷീൻ കേടായതാണോ കേടാക്കിയതാണോ? എന്തായാലും അതിന്റെ പേരിലും കുറെ വെട്ടി വീഴാമല്ലോ. ഹലോ, ആ രഹസ്യം ഇങ്ങോട്ട് വെച്ചേട്ടാ. ഞാനും ഒന്ന് നോക്കട്ടെ. ഇവിടെ എത്ര പണം മരമുണ്ട്, ഏതെല്ലാം മാർഗത്തിലൂടെ വരുന്നു, എത്ര ചോർച്ചയുണ്ട്, ഒക്കെ എനിക്കൊന്നും അറിയണല്ലോ. ഒക്കെ അറിയേണ്ടവരറിഞ്ഞാ മതി. രാമനാഥ, എന്നെ കൊണ്ട് ഒരു ശല്യവും തനിക്കുണ്ടാവില്ല. പിന്നെ സത്യം പറയാലോ, ശീലിച്ചു വന്ന ചിട്ടകളിൽ നിന്നും പെട്ടെന്ന് വിട്ടുമാറാനൊരു ബുദ്ധിമുട്ട്. വല്ലപ്പോഴും ഓരോ സിഗരറ്റ്, 2 സ്മോള്, കുറച്ച് ചിക്കൻ, ഇതിനൊക്കെ പണം വേണമല്ലോ. അത് വേണം. വൗച്ചർ എഴുതി പണം കൊടുക്കാൻ വകുപ്പുണ്ടല്ലോ. 250 രൂപ രാമനാഥൻ എനിക്ക് തന്നാൽ 500 റുപ്യയുടെ വൗച്ചർ എഴുതി ഞാൻ ഒപ്പിട്ട് അങ്ങോട്ട് തരാം. എങ്ങനെയുണ്ട്? അതായത് 50-50. ഇലയ്ക്കും മുള്ളിലും കേടില്ലാതെ ഒരു അഡ്ജസ്റ്റ്മെന്റ്. പട്ടാളത്തിൽ നിന്ന് ഇങ്ങോട്ട് പോരണ്ടായിരുന്നു, നേരെ ഡൽഹിയിലോട്ട് പോയാ മതിയായിരുന്നു. രാജ്യം ഭരിക്കാൻ പറ്റിയ തലച്ചോറ്. സാറേ എഴുന്നേക്കണം, എഴുന്നേക്കണം സാറേ. പിന്നെ തോളിലിരുന്നുകൊണ്ട് ചെവി അടിക്കുന്ന അഡ്ജസ്റ്റ്മെന്റ് ഇവിടെ നടക്കില്ല. നയാ പൈസ കിട്ടുമെന്ന് കരുതണ്ട. ഇത് എനിക്കും കൂടി അവകാശപ്പെട്ട മുതലാണെന്ന് കൂട്ടിക്കോ. അത് ചോർത്താൻ ഞാൻ ആരെയും അനുവദിക്കില്ല. മേലാൽ ഇതും പറഞ്ഞുകൊണ്ട് ഇങ്ങോട്ട് വന്നേക്കരുത്. സാർ പോണം. നിന്റെ അനുവാദമൊന്നും എനിക്ക് ആവശ്യമില്ല. എനിക്കിവിടെ കുറെ പണിയുണ്ട്. ശല്യപ്പെടുത്തരുത് സാർ. ഞാനൊരു മര്യാദക്കാരനാ. പക്ഷേ ചിലപ്പോ എനിക്ക് രക്തത്തിളപ്പുണ്ടാവും. പിന്നെ മോക്കോ അടച്ച തല്ല്. അല്ല, സാറിന് തല്ലൊന്നല്ല, എന്നാലും രക്തം തിളച്ച തല്ലി പോവും. അതൊരു ദുശീലായി പോയി. പ്രായത്തിന്റെ കുഴപ്പമാണേ. നീ എന്നെ കളിയാക്കുക? അല്ല, കാര്യമായിട്ടാക്കിയതാ. അപ്പൊ നീ ഇവിടെ ഭരിക്കാൻ തന്നെ തീരുമാനിച്ചു? മറിച്ചിടരുത്. കാലാവധി പൂർത്തിയാക്കും വരെ. പൂർത്തിയാക്കില്ലടാ ഈ ശത്രുവാ പറയുന്നത്. നിന്നെ ഇവിടെ വാഴാൻ ഞാൻ അനുവദിക്കില്ല. പിന്നെ അന്ന് ശങ്കുമാമനെ തല്ലിയ വകയിലൊരു കടം ബാക്കിയുണ്ട്. അത് ഞാൻ സമയമാകുമ്പോ തന്നോളാം. നമുക്കൊരു കാര്യം അങ്ങോട്ട് ബോധിപ്പിക്കാനുണ്ട്. കേൾക്കട്ടെ. രാത്രിയിലെ കഞ്ഞിക്ക് പകരം ചപ്പാത്തി മതി എന്നൊരു അഭിപ്രായം പൊന്തി വന്നിട്ടുണ്ട്. നോമന് ശക്തമായിട്ട് അങ്ങോട്ട് തീർക്കണു. രാവിലെ നല്ല ശോധനയ്ക്ക് കഞ്ഞി തന്നെയാ കേവം. താനവിടെ ഇരിക്കണോ കഞ്ഞി നമ്പൂരി? ഒരു അഭിപ്രായം പറയാച്ചാ. മനുഷ്യനെ നാണം കെടുത്താൻ ഉണ്ടായിരിക്കുന്നുണ്ടോ അവിടെ? ഇപ്രാവശ്യം ലോഡ് എത്തിയില്ലോ. എന്ത് പറ്റിയ നമ്മളെ ശങ്കരൻകുട്ടിക്കും കൂട്ടിരിക്കും. ബീരാൻകുട്ടിക്ക, പിന്നെ ഒരു മിനിറ്റ്, ഇതെന്താണ്ടത്? കളിമണ്ണ് ഉരുട്ടിയതാ. എന്റെ തലയിലെ കളിമണ്ണൊന്നും അല്ലല്ലോ, നല്ല അസല് കളിമണ്ണല്ലേ? അല്ല, ഉണക്കിയിട്ടില്ലേ? നന്നായിട്ട് ഉണക്കി. അതുകൊണ്ട് ഉയിന്ന് ചേർത്തിക്കാളാ. എല്ലാം കൂടി അടങ്ങാറുണ്ടാക്കണ്ട. 10 കിലോ ഉയിന്നിന് 1 കിലോ എന്നുള്ള കണക്ക് ചേർത്താ മതി.
കള്ളക്കച്ചവടം നമുക്കില്ലല്ലോ. അല്ല, പൂയി മണൽ വന്നില്ലേ? പറഞ്ഞുണ്ട്. എന്താണ്ട് ഇതൊക്കെ എത്ര ഡിലേ? പൂയി മണൽ വന്നിട്ട് വേണ്ടേ പഞ്ചായത്താക്കി നമുക്ക് ഇവിടുന്ന് ലോഡ് അയക്കാൻ? ആ പോയിക്കോ. ആ പിന്നെ ആ മുളക് പൊടിയിൽ ചെങ്കൽപ്പൊടി ചേർത്തിട്ട് ഞാൻ വന്നിട്ട് മതി കേട്ടോ. ആ കുറെ എണ്ണ ഉണ്ട്, ഒരു വിവരവും ഇല്ല. അരി ചേർത്തിന് പരിപ്പ് ചേർത്തു, പരിപ്പ് ചേർത്തിന് പഞ്ചാര ചേർത്തു, എന്നിട്ട് അവസാനം മായം ചേർത്തെന്നുള്ള ചീത്തപ്പേര് നമ്മക്കും. അല്ല മുതലാളി, ഉഴുന്നിലെ അരിയിലേക്ക് എന്താ ചേർക്കണേന്ന് മനസ്സിലായി. നാളികേരത്തിൽ എന്താ ചേർക്കണേ? ക്രിക്കറ്റ് ബോളോ അല്ല ടെന്നീസോ? അതൊന്നും എന്നോട് പറയാൻ പറ്റൂല, അതൊക്കെ നമ്മള് ട്രേഡ് സീക്രട്ടാ. അല്ല, ആരാണപ്പൊ ഈ പുതിയ ആള്? ഹ, ഇതാണ് പയ്യാരത്തെ പുതിയ കാര്യസ്ഥൻ. ആ, സാധനങ്ങൾ എത്ര വേണമെങ്കിലും കൊണ്ടുവന്നോളി, അതിപ്പോ എന്നതൊന്നുമില്ല. ഇനി വാഴക്കൊലാണെങ്കിലും വീരാൻകുട്ടി എടുക്കും. വാഴക്കൊല്ലിൽ എന്താ ചേർക്കാ? വാഴക്കൊല എന്റെ തല. അപ്പൊ കാര്യസ്ഥര് മാസം ലോഡ് ഇറക്കുന്നില്ലേ? പകുതി വിലയെ തരുന്നുള്ളൂ എന്നൊരു പരാതിയുണ്ടേ. അരിയും നാളികേരവും വെളിച്ചെണ്ണയൊക്കെ പയ്യാരത്തിന് മൊത്തമായിട്ട് ഇറക്കി തരാം, പക്ഷെ ന്യായമായ വില കിട്ടണം. ഈയാണ് ശരിക്കും കാര്യസ്ഥൻ. വീരാൻകുട്ടി എടുത്തോളാം. എന്നാ കച്ചവടം പത്മനാഭൻ നായർ നേരിട്ട് നടത്തും. അല്ല, പത്മനാഭൻ നായരോ? ആ. മൂപ്പരെ നമ്മൾ കണ്ടിട്ടില്ലെങ്കിലും അവിടെ ഒരു തരികിടി നടക്കൂല എന്ന് കേട്ടിട്ടുണ്ട്. ആ, പത്മനാഭൻ നായരിലെ ഞങ്ങൾ ഇങ്ങോട്ട് അയച്ചത് വീരാൻകുട്ടിക്കോട് തറവാട്ടിലോട് ചെല്ലാനും പറഞ്ഞു. അല്ല, അതിപ്പോ എന്തിനാണ്? ഇനി ഒരു വർഷത്തേക്ക് എല്ലാം കൂടി മൊത്തമായിട്ട് ചാർത്തി കൊടുക്കാനിരിക്കുകയല്ലേ മൂപ്പര്. ഇക്കാക്ക് വേണോ? വേണമെന്നോ? ഇന്റെ മമ്പർത്തെ തങ്ങളെ അപ്പൊ ഒരു നേർച്ച വലിച്ച്. അല്ല, എപ്പോഴാ നമ്മള് വരണ്ടേ? അടുത്ത ഞായറാഴ്ച രാവിലെ കൃത്യം 10 മണിക്ക്. തീർച്ചയായിട്ടും വരണേ, മൊത്തത്തിൽ എടുത്തിട്ട് അങ്ങോട്ട് ചാർത്തി തരാം. അല്ലെങ്കിൽ എനിക്ക് രണ്ട് സമയം നല്ലതാ, ഞാൻ വരും. ആ. നമസ്കാരം. നമ്മൾ വീരാൻകുട്ടിയാ. നിങ്ങളെ പറ്റി ഒരുപാട് കേട്ടിട്ടുണ്ട്. കോടി പുണ്യം ചെയ്ത ആളല്ലേ. നിങ്ങളെ കാണാൻ കൂടിയത് തന്നെ നമ്മളെ മഹാഭാഗ്യ. അങ്ങോട്ടിരിക്കുക. ഓ, ആദ്യ സംഗതി ഒന്ന് കലങ്ങട്ടെ, സമയമാകുമ്പോ നമുക്ക് പോയി കൊളാക്കാം. ധൃതി വെക്കാതെ. വലിയ ഭൂസ്വത്തും കാര്യമൊക്കെ ഉള്ള ആളാവുമ്പോ പെരുത്ത് ഗൗരവക്കാരനാണെന്നാ കരുതിയത്. പക്ഷെങ്കില് നിങ്ങൾ വളരെ സിമ്പിൾ ആണല്ലപ്പാ. വലിയ വലിയ മനുഷ്യന്മാരൊക്കെ അങ്ങനെയാ. അല്ല, അരിയും നാളികേരും വെളിച്ചെണ്ണ ഒക്കെ മൊത്തമായിട്ട് നമുക്ക് ചാർത്തി തരാൻ പോണെന്ന് കേട്ടു, ശരിയാണോ? അല്ല, രക്ഷപ്പെട്ട്. നമ്മള് നേരെ വട്ടത്തിൽ ഒരു ഹോൾസെയിൽ ബിസിനസ് ആണേ. നിങ്ങൾ നമ്മളെ പറ്റി കേട്ടിട്ടുണ്ടാവും. അതെ, എന്താ നിങ്ങൾ നമ്മളെ പറ്റി കേട്ട്? എല്ലാം മായ. പടച്ചോനെ, അപ്പൊ നിങ്ങൾ പറഞ്ഞു നമ്മള് മായം ചേർക്കല്. പക്ഷെ ഒക്കെ ഒരു നേരെ വട്ടത്തിലേ ഉള്ളൂ കേട്ടോ. പക്ഷെ കച്ചവടത്തിന് വീരാൻകുട്ടി സത്യസന്ധന, അതിന് നമ്മൾ ആരും കുറ്റം പറയില്ല. ശ്രീധരോ, അളിയോ, എന്തായിട്ടാ? വീരാൻകുട്ടിക്ക് വന്നിരിക്കണു. എവിടെ? ഭൂമുഖത്തിരിക്കണു. അയാളെന്താ ഇവിടെ വന്നത്? കൊല്ലാപ്പായോ? എന്തെങ്കിലും ചെയ്യണം, അല്ലെങ്കിൽ നമ്മുടെ കള്ളക്കളി മുഴുവൻ വെളിച്ചത്തോ. വാ. വെളിച്ചെണ്ണയിൽ ലേശ റബ്ബർ കുരുവിന്റെ നീര്. അതിപ്പോ അത്ര വലിയ തെറ്റാ. ഇതെന്താ എന്ത് ചോദിച്ചാലും ഉവ് ഉവ് ഉവ്. അല്ല, ഉവ് റെക്കോർഡ് ചെയ്തിരിക്ക? അല്ല, വീരാൻകുട്ടിക്കായോ? വരണം വരണം. ഇത് നിങ്ങളായിട്ടുള്ള കച്ചവടം ഒന്നും വേണ്ടപ്പാ. തല ഇരിക്കുമ്പോ മാലാടരുതല്ലോ. ഇനി കച്ചവടം പത്മനാഭൻ നായരായിട്ടാ. അയ്യോ, ഇക്ക ഇത് പത്മനാഭൻ നായരല്ല, കോന്തുണ്ണി നായരാ. ഒരു നിർവികാര ബ്രഹ്മം. അല്ല, നിങ്ങൾ ഓന്തുണ്ണി ആരാ? അച്ഛനെ അമ്മ വിളിക്കുന്നുണ്ട്. വല്ല കാര്യം എന്നോട് പറഞ്ഞാ പോലെ ഞാൻ നടന്നോളൂലേ. ഇക്ക എന്ത് വേണ്ടതിനെ കാണിച്ചേ? തറവാട്ടി വരാൻ ആരാ പറഞ്ഞേ? സുയിപ്പാക്കല്ലേ ചക്കരക്കുട്ടി, ഞാൻ പത്മനാഭൻ നായർ വരാൻ പറഞ്ഞിട്ട് വന്നതാ. എവിടെ പത്മനാഭൻ നായർ? പപ്പനാഭൻ നായരല്ലേ? വാ, അപ്പുറത്തുണ്ട്, ഞാൻ കാണിച്ചു തരാം. വാ. അല്ലതാര് വീരാൻകുട്ടിക്കോ? പത്മനാഭൻ നായരല്ലേ കണ്ടത്? അതെ. അപ്പുറത്തുണ്ട്, വാ. ഇവൻ പറയണത് കേക്കണ്ട. പത്മനാഭൻ നായർ അപ്പുറത്താ, നമുക്ക് അങ്ങോട്ട് പോവാം. ഇതൊരു പൊല്ലാപ്പായല്ലോ. പൂമുഖത്തൊരു പത്മനാഭൻ നായർ, അപ്പുറത്തൊരു പത്മനാഭൻ നായർ, ഇപ്പുറത്തൊരു പത്മനാഭൻ നായർ. ഇതെന്താ പത്മനാഭൻ നായരിലും പായോ? ഒറിജിനൽ പത്മനാഭൻ നായർ ഞങ്ങൾ കാണിച്ചുതരാം. ഇങ്ങോട്ട് ഇത് മൈദമാവില് കപ്പപ്പൊടി ചേർത്ത് വീശിന് പൊറാട്ട പോലെ ആയാലും എന്റെ ഗതി. അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല. ഇതാണ് സാക്ഷാൽ പത്മനാഭൻ നായർ. എന്താ പറയണ്ടെന്ന് വെച്ചാൽ അങ്ങോട്ട് പറയാ. അതെയോ? നിങ്ങൾ ഒറിജിനലോ ഡ്യൂപ്ലിക്കേറ്റോ? താനാരാ? ഞാൻ വീരാൻകുട്ടി ഒറിജിനല്. നിങ്ങൾക്ക് നമ്മളോട് നേരിട്ട് കച്ചവടം ചെയ്യാൻ മോഹണ്ടെന്ന് പറഞ്ഞു. കച്ചവടം? അതെ. എന്ത് കച്ചവടം? ഇത് നല്ല ന്യായം. ദേ, പയ്യാരത്തുനിന്ന് മാസം തോറും 10-15 ട്രക്ക് അരിയും നാളികേരും വെളിച്ചെണ്ണയും കയറ്റി അയക്കുന്നതേ മൊത്തമായിട്ട് എടുക്കുന്നത് നമ്മളാ. ഈ നിൽക്കണ നിങ്ങളെ കുട്ടികൾ തന്നെയാണ് നമുക്ക് സാധനം കൊണ്ടു തരുന്നത്. അത് ശരി. അപ്പൊ ഇതുവരെ സാധനങ്ങൾ കട്ടിട്ടാണ് എനിക്ക് കൊണ്ടുപോയി തന്നതല്ലേ? സ്വന്തം വീട്ടിൽ നിന്ന് കക്കേ. പയ്യാരത്തെ തറവാട്ടിനെ പറ്റി നമ്മൾ അങ്ങനെ അല്ല കേട്ടത്. അതെ, ഇനി ഇവിടുന്ന് അങ്ങോട്ട് കച്ചവടം നമ്മൾ നേരിട്ടാവാം. കാരണവർ ഇരുന്നത് കണ്ടില്ലേ?
അതെന്താ? ഇരുന്നാ പിന്നെ കച്ചവടത്തിന് താല്പര്യമില്ലെന്നർത്ഥം. അപ്പൊ എന്നെ വിളിച്ചു വരുത്തിയതോ? അപ്പൊ നിൽക്കായിരുന്നില്ലേ? ചേടാ അതെന്താ, ഒരാളോട് എന്ത് ചോദിച്ചാലും ഉവ്വ് ഉവ്വ് ഉവ്വ്, വേറൊരാളോട് എടുത്ത് എന്താ കുഴപ്പം? അല്ല തറവാട്ടിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? കുഴപ്പമുണ്ട്, തടി കേടാക്കാതെ വേഗം സ്ഥലം ഒഴിവാക്ക്. അങ്ങനെ അങ്ങോട്ട് പോയാലോ? കുട്ടാ ഈ കേസ് ഏറ്റെടുക്കും മോനെ. ഇത് വരാൻ പറഞ്ഞില്ലേ? നമുക്ക് ഇന്നലെ വേറെ കൂട്ടറി അനക്കൊന്ന് കേൾക്കണോ? കരലുണ്ടി കടപ്പുറത്ത് ചരലും പോയിണ്ടോ ഈ വീരാൻകുട്ടി അരി മഞ്ചാരി വിൽക്കും. അല്ല താൻ പോയി വിൽക്കും. പണ്ട് മുതലുള്ള ചിട്ടയാ. ഈ തറവാട്ടിലെ പെണ്ണുങ്ങൾ ആരും ഭർത്താവിന്റെ വീട് കണ്ടിട്ടേ ഇല്ല. ഭർത്താക്കന്മാരെ കാണുന്നുണ്ടല്ലോ, മഹാഭാഗ്യം. നേരെ കുറെ ആയി. ആ പിളക്കൊന്ന് കിടത്തണായിരുന്നു. എന്താ അതിലും വലിയമാമയുടെ സമ്മതം വേണോ? യോ എന്താ ഈ കാട്ടണേ? ഈ തറവാട്ടിലെ സിഗരറ്റ് വലിക്കേ? ഇതൊക്കെ ഇവിടെ നിഷിദ്ധാട്ടോ. അപ്പൊ ഇവിടെ ആരും ചേർത്ത് വലിക്കാറില്ലേ? ഇല്ലേ ഇല്ല. ദേ ഈ മീശ പോലും ഇവിടെ പാടില്ല കേട്ടോ. മീശ വെച്ച് ആരെയും കണ്ടിട്ടുണ്ടോ ഇവിടെ? വല്യമ്മയുടെ കണ്ണി പെട്ടാ. ഓ പിന്നെ ജീവിതത്തിൽ ആകെയുള്ള സമ്പാദ്യമാ ഇത്. ഇതെടുക്കേ. ഓരോരോ നിയമങ്ങളെ വേണമെങ്കിൽ ഇത് ഇങ്ങനെ താഴോട്ടാക്കാം. പിന്നെ ആ ഇനി ഇതും ഇവിടെ പാടില്ലെന്നാണോ മദ്യം? അയ്യോ ഇതൊന്നും ഇവിടെ പാടില്ല കേട്ടോ. വല്യമാമ അറിഞ്ഞ എന്തൊക്കെ ഉണ്ടാവും എന്റെ പരദൈവങ്ങളെ. ഒന്നും ഉണ്ടാവില്ല എന്റെ മീനു. ഇത് കേന്ദ്ര സർക്കാർ രേഖാമൂലം അനുവദിച്ചു തന്നിട്ടുള്ളതാ. അതിനേക്കാൾ വലിയ പവറൊന്നും നിന്റെ വല്യമ്മാമക്കില്ലല്ലോ. കല്യാണത്തിന് വന്നിരുന്നില്ലേ? തന്റെ പേരെന്താന്നാ പറഞ്ഞേ? പറഞ്ഞില്ല. ഇല്ലേ? ഇല്ല, ചോദിച്ചില്ല, അതുകൊണ്ട് പറഞ്ഞില്ല. രസികനാണല്ലേ? അല്ല, രാമനാഥനാ. അപ്പൊ സംസ്കൃതത്തിൽ മാത്രമല്ല ഭരിതത്തിലും നിപുണനാണല്ലേ? കൂടെ നടക്കണുണ്ടല്ലോ. ഇതുപോലൊരു ഭരിതം തന്റെ നാവിന്ന് വന്നിട്ടുണ്ടോ? ഇന്ന് രാവിലെ ഒരെണ്ണം വന്നു കുളക്കടവിൽ വെച്ച്. പടിക്കെട്ടിലപ്പടി വഴുക്കിലാണല്ലോ. ഇവിടെ ആരുടോ താളി പിഴിഞ്ഞൊഴിച്ചത് അവിടെ ചോദിച്ചപ്പോ അബദ്ധം പറ്റി നമുക്ക് ആ കടവ് മാറിപ്പോയതാണെന്ന് ഞാൻ ആലോചിക്കാൻ വയ്യേ. എടോ എന്നിട്ട് താൻ മാത്രമല്ലേ ചിരിച്ചുള്ളൂ? ഇതാ ഫലിതം. ഫലിതം സ്വയം രസിക്കാനുള്ളതല്ല, മറ്റുള്ളവരെ രസിപ്പിക്കാനുള്ളതാ. ശങ്കരൻകുട്ടി ഭാര്യ ദേവകി, ജയകൃഷ്ണൻ ഹരികൃഷ്ണൻ സുധ, പ്രായപൂർത്തിയായവർ 4, മൈനർ 1, ആകെ യൂണിറ്റ് 9, രാധാ സോപ്പ് 9, രാധാ സോപ്പ് 9, ബാറ സോപ്പ് 4, ബാറ സോപ്പ് 4, എണ്ണാത്തുടം 9, എണ്ണാത്തുടം 9. കുട്ടാ സുധിക്ക് വയസ്സ് 16 അവക്ക് 2 സോപ്പ് അനുവദിക്കണം. അയ്യോ 18 വയസ്സാകാതെ സോപ്പ് കൂടുതൽ കൊടുക്കാൻ വകുപ്പില്ല, എടുത്തു മാറ്റണം. ഗോവിന്ദൻകുട്ടി ഭാര്യ ഗോമതി, മക്കൾ രാഗിണി സുമതി, ആകെ യൂണിറ്റ് 8, ആകെ 8 8 8 8 8 8 8 8. നാണിക്കുട്ടി സമ്മന്തക്കാരൻ മാധവൻ നായർ, മക്കൾ രാമകൃഷ്ണൻ ശേഖരൻ പാപ്പ, യൂണിറ്റ് 7 യൂണിറ്റ് 7 കുട്ടാ യൂണിറ്റ് ഒരു സോപ്പ് കൂടി താടാ. അതങ്ങ് പള്ളിയിൽ പോയി പറഞ്ഞ മതി, ഇപ്പൊ എടുത്തോണ്ട് പോ. കളയില്ലേ? അമ്മുട്ടി സമ്മന്തക്കാരൻ വാമന നമ്പൂതിരി, സന്തതികളില്ല, യൂണിറ്റ് 4. എന്റെ തിരുമേനിക്ക് തേച്ചു കുളിക്കാൻ കുറച്ച് എണ്ണ കൂടി താടാ കുട്ടാ. അയ്യോ കാരണം ഒരു സ്പെഷ്യൽ ഓർഡർ വേണം. കുട്ടാ പഞ്ചസാര നിരോധനം. എന്താ മീനു ഇത്? ഇവൻ തറവാട്ടിൽ പലചരക്ക് പിടി നടത്തുക? ഏയ് അല്ല, ഇതാ പടി വിതരണം. കുടുംബത്തിലെ അംഗസംഖ്യ അനുസരിച്ച് ഓരോ മാസത്തേക്കുള്ള സാധനങ്ങളുടെ വിതരണ വരിക. ഓ കുട്ടാ ഞങ്ങൾക്കുള്ള മാസപ്പടി എടുത്തോളൂ. ആ മീനാക്ഷി സമ്മന്തക്കാരൻ ചത്തു. സമ്മത്തക്കാരൻ ചത്തോ? അയ്യോ സോറി കേട്ടോ, ശത്രു. മക്കളില്ല, യൂണിറ്റ് 4. 4 സോപ്പാ? നിങ്ങൾ 2 ആളല്ലേ ഉള്ളൂ. ആളൊന്നുക്ക് മാസം 2 സോപ്പാ. പട്ടാള ക്യാമ്പിൽ ഇത് കൂടുതലുണ്ടല്ലോ. ഈ ക്യാമ്പിൽ ഇത്ര ഉള്ളൂ. മേടിക്കണം മാഷേ, എനിക്കിത് മാത്രല്ല പണി. മില്ലി പോണം, സ്റ്റോർ കീപ്പർ കം ഡ്രൈവറാ. മേടിച്ചോ. അപ്പൊ കൂടുതൽ വേണമെങ്കിലോ? അംഗസംഖ്യ കൂട്ടണം. അത് എത്ര വേണമെന്ന് വെച്ചാകാം, അതിനോട് യാതൊരു നിയന്ത്രണമില്ല. മീനു കേട്ടില്ലേ പറഞ്ഞത്? കേട്ടു. അതല്ലടി പറഞ്ഞത്. പറഞ്ഞുണ്ടോ? തഞ്ചപ്പെടും മീനു. ആട്ടെ ഇനി വല്ലതും ആവശ്യമുണ്ടെങ്കിലോ? മനസ്സിലായി. രാവിലത്തെ അനുഭവം ഓർമ്മയുണ്ടല്ലോ. സുഖായ തേച്ചുളി, മൃഷ്ടാന ഭോജനം, നല്ല അന്തിയുറക്കം, ഇതൊക്കെ പോരെ. വെറുതെ ഓരോ ഇടാകൂടങ്ങൾ ഉണ്ടാക്കണ്ട കേട്ടോ. ദൈവമേ മണി 8 മാറി. ഓ എന്താണോ ഇത്? ഇത് പ്രാതലുള്ള വല്ല വേം വിട്ടോ. എന്റെ അമ്മോ, ഇത് മറ്റൊരു പട്ടാളമാരക്കാണല്ലോ. പറഞ്ഞുണ്ടോ? എത്ര കഴിഞ്ഞ പച്ചവെള്ളം പോലും കിട്ടില്ല കേട്ടോ. ഇന്ന് 5 വാഗൻ ലോഡ് ചെയ്യണം. മിസ്റ്റർ ശങ്കരൻകുട്ടി കാര്യങ്ങളൊക്കെ ഒന്ന് സ്പീഡാക്കണം. എടാ ശ്രീധര, അസിസ്റ്റന്റ് മാനേജറുടെ കസേരയിൽ ഇരിക്കുന്നു എന്ന് വെച്ച് വല്ലാതെ അങ്ങോട്ട് കയറി കൊത്തണ്ട. ഞാനേ പയ്യാരത്തെ മൂത്ത അനന്തരവനാ. നീ വെറും സമ്മന്തക്കാരൻ. അത് കുടുംബത്ത്. മില്ലിൽ വന്നാൽ നിങ്ങളൊക്കെ വെറും സൂപ്പർവൈസേഴ്സും ഗുമസ്തന്മാരും. വിദ്യാഭ്യാസ യോഗ്യതയുടെ വ്യത്യാസം കൊണ്ടല്ലേ. മലയാളം മനസ്സിലായില്ലെങ്കിൽ ഇംഗ്ലീഷ് പറയാം. ഐ മീൻ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ. ലുക്ക് മിസ്റ്റർ ശങ്കരൻകുട്ടി, ഗോവിന്ദൻകുട്ടി ആൻഡ് ആൾ കുട്ടീസ്, I want to see that 5 wagons should be loaded today. Understand? ചെല്ലമ്മേ, ശത്രുവേട്ടിന് പാല് കുടിക്കാൻ സമയമായി, എടുത്തു വെച്ചോളൂ. പിന്നെ ഇത്തിരി ബദാം കൂടി പൊടിച്ചിട്ടുള്ളൂ കേട്ടോ. വല്യമാമയ്ക്ക് വെച്ചിട്ടുള്ള ഉണ്ടാവില്ലേ അവിടെ? ശത്രുവേട്ടിന് അതിട്ടേ പാല് കുടിക്കുള്ളൂ ഇത്രേ. ഓരോരോ ശീലങ്ങളെ. ഇന്നെന്താ മീനാക്ഷി പാലാക്കിയത്?
വല്യമ്മ ഉദ്ദേശിച്ച എന്താന്ന് എനിക്ക് മനസ്സിലായി. എന്തായാലും രാവിലെ പറഞ്ഞ ഇത്തിരി ഏറിപ്പോയിട്ടോ. ശത്രുവേട്ടന് അത് ഒട്ടും ഇഷ്ടായിട്ടില്ല. മിണ്ടിയാ തോക്കെടുക്കണ ആളാ. അപ്പ ഞാൻ എങ്ങനെയാ ഒന്ന് പറഞ്ഞ് സമാധാനിപ്പിച്ചെന്ന് എനിക്കേ അറിയൂ. അപ്പൊ നിന്റെ ഭർത്താവ് ചെയ്തത് ശരിയെന്നാണ് നീ പറയണേ? ആ, തെറ്റാണെന്ന് ആദ്യം ഞാനും ധരിച്ചേ. ശത്രുവേട്ടന്റെ ചരിത്രം കേട്ടപ്പോഴല്ലേ സത്യാവസ്ഥ മനസ്സിലായത്. ആളത്ര നിസ്സാരനൊന്നുമല്ല. ആസാം ബോർഡറിൽ 0 ഡിഗ്രി സെൽഷ്യസിൽ ജീവിച്ച ആളാ. അവിടെ മദ്യം കൂടിയേ തീരൂ. ഇവിടെ 30 ഡിഗ്രി സെൽഷ്യസാ. കൊള്ളിച്ച് പറയണ്ട ചെറിയമ്മ. ഡിഗ്രിയുടെ കാര്യമല്ല പറഞ്ഞത്, സ്റ്റാറ്റസാ. ഇവിടെ മറ്റുള്ളവരെ പോലെ ശത്രുവേട്ടൻ. മീനാക്ഷി ആളാകെ മാറിയിരിക്കണു. അവള് മാറിയതാണോ കുറ്റം? ഇത്രയും കേമപ്പെട്ടൊരു ഹസ്ബൻഡിനെ കിട്ടിയത് മീനാക്ഷിയുടെ മുജ്ജന്മ സുഹൃതം കൊണ്ട് തന്നെയാ. അതീ തറവാടിന്റെ ഭാഗ്യാന്ന് എന്നെ വിചാരിക്കുക. അധികം അങ്ങോട്ട് പൊന്തിക്കണ്ട. എന്താ പറഞ്ഞേ? നിങ്ങളോടല്ല, എവളോടാ. വേദന മുട്ടിന് താഴെയുള്ളൂ. ദാ പാല്. ബദാം ചേർത്ത ചെല്ലുമേ? ഉവ്. ഇല്ലെങ്കിൽ പിന്നെ അത് മതി. മൂക്കിന്റെ തുമ്പത്തെ ദേഷ്യം. ചിലപ്പോ തോക്കെടുത്താലോ? ശകുണി, താനല്ലേ എല്ലാത്തിനും ചുക്കാൻ പിടിക്കുന്ന കാര്യസ്ഥൻ. ഒരു 50 ഉറുപ്പ്യ വേണം സിഗരറ്റ് വാങ്ങാനാ. അത് പാടില്ല. പാടില്ലേ? തന്നോടാരാ പാടാൻ പറഞ്ഞേ? സിഗരറ്റിന് 50 ഉറുപ്പ്യതാ. അതന്നെയാ പറഞ്ഞ, അതൊന്നും ഇവിടെ പാടില്ല എന്ന് അറിയില്ലേ? അത് പറയാ താനാരാടോ? 2-3 ദിവസമായി ക്ഷമിക്കുന്നു. മര്യാദക്ക് കാശാ. എടോ ശത്രുഘ്നൻ പിള്ളേ, ഇവിടുത്തെ കുടുംബാംഗങ്ങളുടെ കുപ്പായത്തിലൊന്നും കാശുണ്ടാവില്ല. അവർക്ക് അതിന്റെ ആവശ്യമില്ല. അതെന്ത് കോപ്പലെ നിയമ? പിന്നെ എങ്ങനെ ആവശ്യം നടക്കുക? നടക്കുന്നുണ്ടല്ലോ. ഡീസൽ വേണമെന്ന് വെച്ചാൽ സ്വന്തം തറവാട്ട് വക പമ്പുണ്ട്. ശംഖുമാമന് രസീത് വാങ്ങിച്ചാൽ മാത്രം മതി. ഇനി തുണി വേണമെങ്കിൽ തുണിക്കടയുണ്ട്. വർഷത്തിൽ വിഷുവിനും തിരുവാതിരയ്ക്കും ഓണത്തിന് മാത്രമേ തുണി വതരണുള്ളൂ. ഇനി അതല്ല, സിനിമ വേണമെന്ന് വെച്ചാൽ സ്വന്തം കൊട്ടകയുണ്ട്. മാസത്തിൽ ഒരു സിനിമയുള്ളൂ, അതിലും പ്രതീക്ഷിക്കണ്ട. ഇതൊക്കെ കാരണവരുടെ തീരുമാനങ്ങളാ. എന്നാൽ ഈ തീരുമാനങ്ങളൊക്കെ ഒന്ന് മാറ്റി എഴുതണം. ഞാൻ മറ്റുള്ള സംബന്ധക്കാരെ പോലെ ഏറാൻ മൂളിയൊന്നുമല്ല. ഈ ശത്രുഘ്നൻ ആരാണെന്ന് എനിക്കറിയാം. അറിയാം, മഞ്ഞൊഴിച്ചു കൂടുതൽ അറിഞ്ഞു. ആ കുട്ടാ, പറമ്പിൽ തേങ്ങയുണ്ട്, ഞാൻ അങ്ങോട്ട് പോവാ. അടുക്കളയിലേക്കുള്ള സാധനങ്ങൾ ഏൽപ്പിച്ചിട്ട് നീ അങ്ങോട്ട് വന്നോളൂ. എടോ ശകുനി, തനിക്കാൻ വെച്ചിട്ടുണ്ട് കുട്ടാ. ഈ കിഴവരെ ഞാൻ ഈ തറവാട്ടിന്റെ പുറത്താക്കും. അധികാരം ഞാൻ പിടിച്ചെടുക്കും. എന്നിട്ട് സ്റ്റോർ നിറയെ സിഗരറ്റ്, ഈ തറവാട്ട് വക ഒരു വിദേശ മദ്യഷാപ്പ്, കുടുംബം കുളം തോണ്ടെന്നു തീരുമാനം അല്ലേ മാഷേ? വീട്ടുകാരെ അറിഞ്ഞിട്ട പേരെന്നെയാവും ശത്രുന്നല്ലേ? പട്ടാളത്തിന് പിരിച്ചു വിട്ടതാണല്ലേ? ഞാൻ മാത്രല്ല, ശംഖുമാമൻ അറിഞ്ഞു, പിന്നെ പലരും അറിഞ്ഞു വരുന്നു, അറിയാത്തവരൊക്കെ അറിയിച്ചോണ്ടിരിക്കണു. കയ്യില് കാശൊന്നുമില്ല അല്ലേ? പാവം. ഒന്ന് വലിക്കാൻ എന്തെങ്കിലും താടോ? വലിക്കാൻ എലാസ്റ്റിക് ഉണ്ട്. ഇത് നന്നായിട്ട് വലി. കൊണ്ടോയി വലിച്ചോ. അതല്ലടോ, പുകയ്ക്കാൻ. പോയിക്കാനാ? കുന്തിരിക്കണ്ട്, എടുക്കട്ടെ. ഒരു സിഗരറ്റ് താ. വേണമെങ്കിൽ ഒരു ബീഡി തരാം. ബീഡി? എന്റെ പട്ടിക്ക് വേണം ബീഡി. മാഷപ്പട്ടി ബീഡി വലിക്കോ? കുട്ടാ, ഒരു 10 ഉറുപ്പ്യ. അയ്യോ, വകുപ്പില്ല. എടോ, കടമായിട്ട് മതി. പിരിച്ചുവിട്ട പട്ടാളക്കാരനും വിസയില്ലാതെ വന്ന പേർഷ്യക്കാരനും പണം കടം കൊടുക്കരുതാണ് പ്രമാണം. പിന്നെ വാവിട്ട് ചോദിച്ച സ്ഥിതിക്ക് ദാ 10 രൂപ. ഇനി ആ ബീഡി കൊടുക്കണ്ട. അപ്പൊ ചേട്ടൻ തറയാണല്ലേ? ഫിൽട്ടർ സിഗരറ്റ് പരിചരിച്ചവനാ. എതികേടേ. ഭാര്യാഗൃഹേ പരമസുഖം, ദിനമൊട്ടു കഴിഞ്ഞാൽ പട്ടിക്ക് സമം. ഉച്ചയൂണിനുള്ള ബെല്ല. ഊണ് കഴിക്കാനും ബെല്ലോ? അതെ, രാമനാഥൻ അത്ഭുതം തോന്നണുണ്ടാവും. വലിയൊരു കൂട്ടുകുടുംബം അല്ലേ? എന്റെ വലിയ മാമ ഏർപ്പെടുത്തിയ ചില ചിട്ടകളാ. ഞാനും അത് അനുവർത്തിച്ചു പോരണു. ഇനിയൊക്കെ ഊണ് കഴിഞ്ഞിട്ടാകാം വരിക. ഇതാ ഇവിടത്തെ ഊണിന്റെ പ്രത്യേകത. അനന്തരവന്മാരും മക്കളും മക്കളുടെ മക്കളും ഒക്കെ ആയിട്ട് ഒരുമിച്ചിരുന്നുള്ളൊരു സദ്യ. അതിന്റെ സുഖം ഒന്ന് വേറെയാണോ? ഇരിക്കുക, താനിരിക്കുക. ശത്രുഘ്നൻ പിള്ള ഇനി ഇരുന്നില്ലേ? വരൂ, ഇരിക്കൂ. വേണ്ട, ആരും എന്നെ ഇരുത്തണ്ട. എനിക്ക് ചില കാര്യങ്ങൾ അറിയാനുണ്ട്. അതിനൊക്കെ ഒരു തീരുമാനമാകാതെ ഞാൻ ഊണ് കഴിക്കാൻ നിശ്ചയിച്ചിട്ടില്ല. എടോ ശത്രുസംഹാര പിള്ളേ. ശത്രുസംഹാരമുള്ള തന്റെ എടോ നമ്പൂരി, ഞാൻ വല്ല വിളിച്ചു പറയും. എന്നാ പെട്ടെന്ന് പറ, വിശന്ന് കുടല് കഴിയുന്നു. മലയാളത്തിൽ പറഞ്ഞിട്ട് മനസ്സിലായില്ലെങ്കിൽ ഇംഗ്ലീഷിൽ പറയാം. നൗ വി ക്യാൻ ഹാവ് ഫുഡ്. വേണ്ട, വല്യമാമ ഉണ്ടല്ലോ. ഇന്നിവിടെ ആരും ഊണ് കഴിക്കണ്ട. ഗോപു, വിളമ്പി കഴിഞ്ഞ ഉണ്ണാത്ത ചരിത്രം പയ്യാരത്ത് ഉണ്ടായിട്ടില്ല. ഓ ഇല്ല. വല്യേട്ടന് ഊണ് ഞാൻ അപ്പുറത്ത് കൊടുത്തോളാം. എല്ലാവരും ഊണ് കഴിക്ക. അമ്മായി പറഞ്ഞതല്ലേ, ശത്രു ചേട്ടൻ ശത്രു പറഞ്ഞിട്ട് വന്നുണ്ടാട്ടെ. വേണ്ട, എനിക്ക് ഈ പിച്ചച്ചോറ് വേണ്ട. ശത്രുട്ടാ, ദേ ഇന്ന് തറവാട്ടിൽ ഒരിക്കലൂണാ. രാത്രി പച്ച വെള്ളം പോലും കിട്ടില്ല കേട്ടോ.
ഓ മീനാക്ഷി പറഞ്ഞുകൊണ്ട് ഞാൻ ക്ഷമിച്ചിരിക്കുന്നു. അല്ലെങ്കിൽ തന്നെ ഈ ഊണെന്ത് പഴച്ചു ഉണ്ണാം. വരട്ടെ. ചങ്കമാനെ തല്ലിയത് മാപ്പില്ലാത്ത കുറ്റം ചെയ്ത തറവാട്ടിൽ ചില പണിഷ്മെന്റ് ഒക്കെ ഉണ്ട്. ഒന്നും പറഞ്ഞു കൊടുത്തില്ലേ മീനാക്ഷി? എന്നാ കേട്ടോളൂ, 101 പ്രാവശ്യം ഏത്തവിടുക. തറവാട്ട് നിയമങ്ങൾ അനുസരിച്ച് ജീവിക്കാൻ പറ്റുന്നവർ ഇവിടെ കഴിഞ്ഞാ മതി. ഇട്ടോ 1 കുനിയട്ടെ. 2 3 4